പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് കത്തോലിക്ക സഭയിലുള്ള ചില തെറ്റിദ്ധരിപ്പിക്കുന്ന കുറച്ച് പ്രാർത്ഥനകളെ പറ്റിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കത്തോലിക്ക വിശ്വാസമുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോജനകരമാവുക, അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസത്തോട് താല്പര്യമുള്ളവർക്കാണ് കൂടുതലായിട്ട് പ്രയോജനമുണ്ടാകുക. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടൈറ്റിലൊക്കെ കൊടുത്ത പോലെ എല്ലാവരും തെറ്റിദ്ധരിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. വിശുദ്ധ ജെറുത്രൂദിനെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എന്ന പേരിൽ ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടി ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ഇത്. പലപ്പോഴും പല പേജുകളിലും പല പുസ്തകങ്ങളിലും പ്രാർത്ഥനാ കാർഡുകളായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ആദ്യം ഈ പ്രാർത്ഥന, ഭൂരിഭാഗം പേർക്കും ഈ പ്രാർത്ഥന അറിയാം. ഞാൻ ആ പ്രാർത്ഥന പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിധിപിതാവേ, അവിടുത്തെ പ്രിയപുത്രന് ഞങ്ങളുടെ ഏകകർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ശുദ്ധാത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനിലുമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വർഗ്ഗസ്ഥനായ പിതാവും ഒരു നന്മ നിറഞ്ഞ മറിയമ്മയും ഒരു ത്രിത്വ സ്തുതിയും ചൊല്ലി കാഴ്ചവെക്കുന്നതാണ് ഈ പ്രാർത്ഥന. അപ്പോൾ ഈ പ്രാർത്ഥന ക്ലെയിം ചെയ്യുന്നത് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴും 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് യേശു മോചിപ്പിക്കും എന്നുള്ള ഒരു ക്ലെയിമാണ് ഈ പ്രാർത്ഥന കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു ശക്തി ഉണ്ടോ? വിശുദ്ധ ജെറുത്രൂദിനെ പറ്റി കുറച്ച് പേർക്കെങ്കിലും അറിയാം. വളരെ വലിയ രീതിയിലൊന്നും നമ്മുടെ മലയാളത്തിൽ ആരും ജെറുത്രൂദിനെ പറ്റി സംസാരിച്ച് കേട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജെറുത്രൂദ് ഒരു 13-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയാണ്. അപ്പോൾ വിശുദ്ധ പ്രാക്ടീസ് ചെയ്തിരുന്നതൊരു മിസ്റ്റിക്കൽ ആത്മീയതയാണ്. അതായത് അധികം ആളുകളാൽ അറിയപ്പെടാത്ത രീതിയിൽ യേശുവിൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹം, അങ്ങനെയൊക്കെ യേശുവുമായിട്ട് വളരെയധികം സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് സ്നേഹത്തിൽ ഒന്നായിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരു വിശുദ്ധയാണ്. അപ്പോൾ ആ വിശുദ്ധയ്ക്ക് നിരവധി ദർശനങ്ങളൊക്കെ ആ സമയത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. യേശു സംസാരിച്ചിരുന്നു നേരിട്ട്. കാരണം നമുക്കറിയാമല്ലോ, ദൈവവുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നത് ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികൾക്കാണ്. അല്ലെങ്കിൽ ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ ദൈവത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തികൾക്കാണ് അവൻ ഏറ്റവും വെളിപ്പെടുത്തി കൊടുക്കുന്നത് സ്വയം. അപ്പോൾ ഈ വിശുദ്ധയുടെ ജീവിത ചരിത്രത്തിൽ, അതുപോലെ തന്നെ ഈ വിശുദ്ധ മരിച്ചതിന് ശേഷം വിശുദ്ധ എഴുതിയ കുറിപ്പുകളിൽ നിന്നൊക്കെയാണ് ഈ പ്രാർത്ഥന കണ്ടെടുക്കുന്നത്. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ വാലിഡിറ്റിയെ പറ്റി, അല്ലെങ്കിൽ ഇതിൻ്റെ വിശ്വസ്തതയെ പറ്റി നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയുന്നത്, പലരും ഇതിനെ പറ്റിയുള്ള ഒരു സംശയം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ വലിയൊരു ശക്തി ഉണ്ടെന്ന് വളരെയധികം ബുക്കുകളിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സഭ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രാർത്ഥന പറയുന്ന ക്ലെയിമിനോട് സഭ അതിനോട് പോസിറ്റീവായിട്ടല്ല പ്രതികരിക്കുന്നത്. കാരണം ഈ പ്രാർത്ഥന അങ്ങനെ ഒരു അംഗീകരിക്കപ്പെട്ട സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളിൽ വരാത്തൊരു പ്രാർത്ഥനയാണ്. അതായത് റോമിലെ വത്തിക്കാൻ അംഗീകരിക്കാത്തൊരു പ്രാർത്ഥനയാണിത്. ഇതിപ്പോൾ ലോക്കൽ നമ്മുടെ ബിഷപ്പ് കൗൺസിലുകളിലൊക്കെ അല്ലെങ്കിൽ രൂപതകളിലൊക്കെ അംഗീകരിച്ച്, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ അൽഫോൻസാമയുടെ പ്രാർത്ഥന, കൊച്ചു ത്രേസ്യയുടെ അല്ലെങ്കിൽ ചാവറച്ചന് വേണ്ടിയുള്ള പ്രാർത്ഥന, ഇതൊക്കെ നമ്മുടെ ലോക്കൽ ബിഷപ്പുമാർക്ക് അംഗീകരിക്കാവുന്ന പ്രാർത്ഥനകളാണ്. അപ്പോൾ അത് വർത്തിക്കാൻ അംഗീകരിക്കുന്ന സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളായിട്ട് എടുക്കണമെന്നില്ല. അപ്പോൾ ഈ പ്രാർത്ഥന അങ്ങനെ ഒരു പ്രാർത്ഥനയായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഈ പ്രാർത്ഥന എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധയുടെ ജീവിതചരിത്രം ബുക്കുകളിൽ നിന്നും വിശുദ്ധ എഴുതിയ ബുക്കുകളിൽ നിന്നൊക്കെയാണ് ഈ കാര്യം കണ്ടെടുക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്ലെയിം എന്ന് പറയുന്നത്, ഈ ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും അത് വിശുദ്ധയോട് യേശു സംസാരിച്ചിട്ടുള്ള വാക്കുകളാണ്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ക്ലെയിം നമുക്ക് കിട്ടുമോ എന്നുള്ളതിൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ല. അപ്പോൾ ഞാൻ കുറേ സ്ഥലങ്ങളിൽ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ
എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത്, സഭ ഇതിനെ ഉറപ്പ് പറയുന്നില്ല. അതായത് ആരും ഉറപ്പ് പറയുന്നില്ല അത് മറ്റുള്ളവർ ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഈ വിശുദ്ധയോട് പറഞ്ഞ വാഗ്ദാനം എല്ലാവർക്കും കിട്ടുമോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. കാരണം അത് കിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ സഭയുടെ പഠനങ്ങളിലും സഭയുടെ രീതികളും വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു പ്രാർത്ഥന കൊണ്ട് 1000 ആത്മാക്കളെ മോചിപ്പിക്കാനുള്ള ശക്തി അതിനില്ല. അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത സാധാരണ വ്യക്തികൾ ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. ഇനിയിപ്പോൾ ഉണ്ടോ എന്നും നമുക്ക് ഉറപ്പ് പറയാനും പറ്റില്ല, അല്ലേ? യേശു അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ വിശുദ്ധയുടെ ചരിത്രത്തിൽ വിശുദ്ധയോട് പറയുന്ന രീതിയിലാണ്. അതായത് യേശു പറഞ്ഞു, നീ ഈ പ്രാർത്ഥന ഓരോ പ്രാവശ്യം ചൊല്ലുമ്പോഴും ഞാൻ 1000 ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ പറഞ്ഞു. 1000 ആത്മാക്കളെ രക്ഷിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളതൊന്നും കാര്യത്തിലൊരു ഉറപ്പില്ല. അപ്പോൾ സഭ അത് ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നില്ല അങ്ങനെ കിട്ടുമെന്നും. പലപ്പോഴും ഈ പ്രാർത്ഥനകളുടെ സർക്കുലേഷൻ പലപ്പോഴും പല സമയത്തും ഇത് ചെയ്യരുതെന്നൊക്കെ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതായിട്ട് നമ്മൾ നെറ്റിൽ പരതി നോക്കിയാൽ അറിയാം. കാരണം ഈ പ്രാർത്ഥന അങ്ങനെ ഔദ്യോഗികമായിട്ട് ചെല്ലേണ്ട പ്രാർത്ഥനയല്ല. എല്ലാവരും ഇങ്ങനെ ഇത് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെല്ലേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവ്. അതുപോലെ തന്നെ ഈ പ്രാർത്ഥന അങ്ങനെ മോശം പ്രാർത്ഥനയൊന്നുമല്ല. ഈ പ്രാർത്ഥനയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് സഭയുടെ പഠനങ്ങളിൽ നിന്നുകൊണ്ടും നമ്മുടെ വിശ്വാസത്തിന് വിപരീതമല്ലാത്ത രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്, അല്ലേ? യേശുവിൻ്റെ തിരുരക്തവും കുരിശുമരണമൊക്കെ അതിൽ പറയുന്നുണ്ട്. വിശുദ്ധ ബലിയുടെ യോഗ്യതകളെ പ്രതിയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരിക്കലും വില കുറഞ്ഞ പ്രാർത്ഥനയല്ല. അതിലെ എല്ലാ വാക്കുകളും വരികളും ഒക്കെ അർത്ഥവത്താണ്, വിശ്വാസയോഗ്യമാണ്. പ്രാർത്ഥനയ്ക്ക് നല്ലൊരു പ്രാർത്ഥന തന്നെയാണത്. പക്ഷേ ആ പ്രാർത്ഥന മാത്രം ചൊല്ലിക്കൊണ്ട് 1000 ആത്മാക്കളെ മോചിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അപ്പോൾ ഉറപ്പില്ലാത്തതിൻ്റെ പിറകിൽ നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. കാരണം ഉറപ്പുള്ള നിരവധി സംഭവങ്ങൾ, പ്രാർത്ഥനകൾ അവിടെ കിടക്കുമ്പോൾ ഉറപ്പില്ലാത്ത പ്രാർത്ഥന ചൊല്ലി നമ്മളുടെ സമയം കളയില്ല. നമ്മൾ ഓരോ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ അതിന് ഓരോ പ്രാർത്ഥനയ്ക്ക് അതിൻ്റേതായ വില ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള എഫക്ട്സുകളുണ്ട്. അതൊക്കെ കിട്ടും, നമുക്ക് എല്ലാ നന്മകളും നമുക്ക് കിട്ടും, കൃപകൾ കിട്ടും. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമുക്ക് ആത്മാക്കളെ മോചിപ്പിക്കണമെങ്കിൽ സഭ നിഷ്കർഷിക്കുന്ന കുറേ പ്രാർത്ഥനകൾ, കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ എത്രമാത്രം ബോധവാന്മാരാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചോദ്യം. കാരണം ഇങ്ങനത്തെ കുറേ പ്രാർത്ഥനകൾ ഇപ്പോൾ നമുക്കറിയാം. ഒരു ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്നാലോ പല സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നിരവധി പ്രാർത്ഥനകളാണ് നമുക്ക് തരുന്നത്. പ്രാർത്ഥനാ പുസ്തകങ്ങൾ, പ്രാർത്ഥനാ കാർഡുകൾ, അത് ചെല്ല് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുന്നിലോട്ട് ഓരോ പ്രാർത്ഥനകൾ വരുന്നുണ്ട്. അപ്പോൾ സഭയിൽ നിരവധി പ്രാർത്ഥനകൾ വേറെ ഉണ്ട്. അതായത് ഈ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്ന് ഉറപ്പ് സഭ പറയുന്ന പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്ര പേർക്ക് അറിയാം ആ പ്രാർത്ഥനകൾ ഏതൊക്കെയാണെന്ന്, അല്ലെങ്കിൽ അത് നമ്മൾ ചെല്ലാറുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ നമ്മളുടെ ഈ ചിന്ത എന്ന് പറയുന്നത് ആത്മാക്കളുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള എന്നൊരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ആത്മാക്കൾ രക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണ് നമ്മളിരിക്കുന്നതെങ്കിൽ, നമ്മുടെ ജീവിതവും നമ്മുടെ ചിന്തകൾ അങ്ങനെയാണെങ്കിൽ അതിന് സഹായകരമായ പ്രാർത്ഥനകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സഭ പഠിപ്പിക്കുന്നത് എന്താണ്? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് എന്താണ്? അപ്പോൾ ഇതിൻ്റെ ഒരു മാർഗം, ഒരു ആത്മാവ് നമുക്കറിയാം പാപത്തിൽ മരിച്ചൊരാത്മാവാണ്, അല്ലെങ്കിൽ വേണ്ടത്ര പാപകടങ്ങൾ മോചിക്കാതെ മരിച്ചുപോയ ആത്മാക്കളാണെങ്കിൽ അവരെന്തായാലും ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന സ്വർഗത്തിന് മുമ്പുള്ള ഒരു സ്ഥലത്ത് കയറി അവിടെ ശുദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമാണ് സ്വർഗത്തിലേക്ക് കരകയറപ്പെടുകയുള്ളൂ എന്നുള്ളതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ പാപത്തിൻ്റെ ഒരു അംശം പോലും നമ്മുടെ ശരീരത്തിലുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നു. സഭ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാലിക ശിക്ഷയെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മൾ ഒരു പാപം ചെയ്തതിന് ശേഷം കുമ്പസാരിച്ചു, പാപം മോചിക്കപ്പെട്ടു. പക്ഷേ പാപത്തിൻ്റെ അനന്തരഫലം, പാപം മൂലം നമ്മുടെ ആത്മാവിന് സംഭവിച്ച കോട്ടങ്ങൾ, അത് മാറപ്പെടാനായിട്ട് അത് കുമ്പസാരത്തിൽ മാറപ്പെടുകയില്ല. കാരണം പാപങ്ങളാണ് മോചിക്കപ്പെടുന്നത്. അതായത് നിങ്ങൾ ആ പാപം ചെയ്തു, ഓക്കെ, നിങ്ങൾക്ക് ആ പാപത്തിൻ്റെ ശിക്ഷ ലഭിക്കില്ല. പക്ഷേ
നിന്റെ പാപം ചെയ്തപ്പോഴും നമ്മുടെ ആത്മാവിന് കുറേ കോട്ടം സംഭവിച്ചു. ഓരോ പാപം ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തിലെ ശരീരത്തിനും അതുപോലെ തന്നെ ആത്മാവിലും വലിയ കോട്ടങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മൾ കുമ്പസാരത്തിൽ കൂടെ പാപമോചനം ലഭിക്കുന്നെങ്കിലും നമ്മുടെ ആത്മാവിന് അത് വളരെയധികം പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ നമ്മുടെ ആത്മാവിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ആത്മാവിന് പല കോട്ടങ്ങളും അതിനുകൊണ്ട് സംഭവിച്ചെന്നിരിക്കും. അപ്പോൾ ഈ കോട്ടങ്ങൾ മാറാതെ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, സ്വർഗത്തിലേക്ക് ചെല്ലാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കുമ്പസാരത്തിൽ പറയുന്ന ഒരു കാര്യം, നമ്മൾ പാപത്തെപ്പറ്റി ബോധവാന്മാരാകണം, പാപത്തെപ്പറ്റി പശ്ചാത്തപിക്കണം, പാപങ്ങൾ ക്രമമായി ഓർക്കണം, പാപങ്ങൾ ഏറ്റുപറയണം, വൈദികൻ പറയുന്ന പ്രായശ്ചിത്തം ചെയ്യണം, അതുപോലെ തന്നെ പാപബോധങ്ങളുടെ മോചനത്തിനായി പ്രായശ്ചിത്ത പ്രവൃത്തികളും ചെയ്യണം എന്നൊക്കെ സഭ പഠിപ്പിക്കാറുണ്ട്. ഈ പ്രായശ്ചിത്ത പ്രവൃത്തികളിൽ കൂടെയാണ് നമ്മുടെ ഈ മൂലം ഉണ്ടായ നമ്മുടെ ആത്മാവിൻ്റെ എല്ലാ ക്ഷതങ്ങളും പരിഹരിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ക്ഷതം ഏൽപ്പിക്കപ്പെട്ട ആത്മാക്കളാണെങ്കിൽ ആത്മാക്കൾക്ക് തങ്ങളുടെ കടം, ആ ക്ഷതം മാറാതെ നമുക്ക് ഈ ഭൂമിയിൽ നിന്നും അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റില്ല. ഒന്നല്ലെങ്കിൽ ഭൂമിയിൽ വെച്ച് നമുക്കത് ശരിയാക്കണം. ചിലപ്പോൾ അങ്ങനെയുള്ള സഹായം കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നുകൊണ്ട് അവിടെ നമ്മുടെ ഈ ആത്മാവിനെ റിപ്പയർ ചെയ്യണം. അപ്പോൾ ദൈവം പലരുടെയും ജീവിതത്തിൽ, പല വിശുദ്ധന്മാരുടെയും ജീവിത ചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെക്കാറുണ്ട്. അതായത് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്തെ പലർക്കും ദർശനങ്ങളിൽ കൂടെ കാണുമ്പോൾ അവിടെ ആത്മാക്കൾ വലിയ പീഡകൾ അനുഭവിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മുടെ ശരീരമായിട്ട് നമ്മൾ ഭൂമിയിലുള്ളപ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിന് എത്രമാത്രം നമ്മളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ശരീരത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞാൽ ഈ ആത്മാവ് ദൈവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദൈവത്തിലേക്ക് എത്താനായിട്ട് ഈ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്നുകൊണ്ട് അവർക്ക് ദൈവത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ കിടന്നുകൊണ്ട് ഇവരൊരു വേദന അനുഭവിക്കുന്നു പറയണേ, ദൈവത്തിലേക്ക് എത്താൻ കഴിയാതെ. അങ്ങനെ ആ വേദനയിൽ കൂടെ അവരുടെ പാപങ്ങളുടെ കടങ്ങൾ അവർ വീട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലപ്പോൾ അത് ദൈർഘ്യം അല്ലെ. നമ്മുടെ ഒരു കുഞ്ഞിന് അമ്മയെ കണ്ടിട്ട് അമ്മയുടെ അടുത്തേക്ക് എത്താനായിട്ട് ഓടി ചെല്ലുമ്പോൾ ഒരാൾ പിടിച്ചു വച്ചിരിക്കുകയാണ് കുഞ്ഞിനെ. പക്ഷെ അമ്മേനെ കാണാം അകലെ, അമ്മയുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോൾ ആ കുഞ്ഞിനുണ്ടാവുന്ന വിഷമവും, ആ കുഞ്ഞിന് കരയും, ആ കുഞ്ഞിന് വളരെയധികം വിഷമവും കരച്ചിലൊക്കെ വരും. ഇതൊക്കെ തന്നെയാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ അവസ്ഥ എന്ന് പറയുന്നത്. അവർക്ക് ദൈവത്തിലേക്ക് എത്തണം, പക്ഷേ അവർക്ക് അവിടേക്ക് ചെല്ലാൻ കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ അവർക്ക് അവരുടെ കടങ്ങൾ അവർ വീട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിലപ്പോൾ പാപങ്ങളുടെ വലുപ്പം അനുസരിച്ച് അല്ലെങ്കിൽ ആത്മാവിൻ്റെ ക്ഷതമനുസരിച്ച് ഇത് റിപ്പയർ ചെയ്യാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ചിലപ്പോൾ മനുഷ്യൻ്റെ കണ്ണിലുള്ള വർഷങ്ങൾ 1000 വർഷങ്ങളോ 100 വർഷങ്ങളോ 10,000 വർഷങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയുന്നു. അതിനെപ്പറ്റി കൃത്യമായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഇത്രയും സമയം ഈ ആത്മാവ് ചിലപ്പോൾ ശുദ്ധീകരണ സ്ഥലങ്ങളിൽ കിടക്കണമെന്ന് പറയണേ. അപ്പോൾ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ സമയങ്ങളെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ 1000 വർഷമാണെങ്കിൽ അപ്പോൾ ഈ 1000 വർഷം കഴിഞ്ഞിട്ടാണോ ഈ ആത്മാക്കളൊക്കെ സ്വർഗം കാണുള്ളൂ എന്നുള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ആ 1000 വർഷത്തെ ദൈർഘ്യം നമുക്ക് തോന്നിപ്പിച്ചാൽ പോരെ അല്ലേ. ഇപ്പം നമ്മൾ ഗ്രാവിറ്റിയെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഇൻ്റർസ്റ്റെല്ലാർ സിനിമ കണ്ടവർക്കൊക്കെ അറിയാം, ഓരോ ഗ്രഹങ്ങളിലും മനുഷ്യർ ഇറങ്ങുമ്പോൾ അവിടെ അവർക്ക് അനുഭവപ്പെടുന്ന സമയം എന്ന് പറയുന്നത് ഭൂമിയുടെ സമയമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഭൂമിയിൽ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് അവർക്ക് വർഷങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വർഷങ്ങൾ ഭൂമിയിൽ ഒരു സെക്കൻഡ് ആയിരിക്കാം. അങ്ങനെയൊക്കെ നമുക്ക് പല വ്യത്യാസങ്ങളും അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് നമ്മുടെ പ്രപഞ്ചത്തിൽ. അപ്പോൾ അതുപോലെ തന്നെ ഈ ആത്മാവിന് ഇത്രയും വർഷം കിടക്കുന്നതിൻ്റെ ആ ദൈർഘ്യമം ആത്മാവിന് ബോധ്യപ്പെടും എന്ന് പറയുന്നത്. ആ രീതിയിലായിരിക്കും അവർ ജീവിക്കേണ്ടി വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ പല വിശുദ്ധന്മാരുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആയിരിക്കാം അവർക്ക് കിട്ടിയ ദർശനങ്ങളിൽ നിന്നൊക്കെ അവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ശിക്ഷ എന്ന് പറയുന്നത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു അവസ്ഥയെന്ന് പറയുന്നത്. അതിനേക്കാളും ഏറ്റവും ബെറ്റർ നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട പ്രായശ്ചിത്തവും പരിഹാരമൊക്കെ ചെയ്ത് നിങ്ങളുടെ ആത്മാവിനെ ഏറ്റവും നിർമ്മലമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മരിക്കാൻ സാധിക്കുകയാണെങ്കിൽ അവരാണ് ഏറ്റവും
ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. കാരണം അവർക്ക് പെട്ടെന്ന് തന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിന് സഭ പറയുന്ന കുറച്ച് മെത്തേഡുകളുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതുപോലെ പാപത്തിൻ്റെ കടങ്ങൾ, പാപത്തിൻ്റെ അനന്തരഫലങ്ങൾ നമ്മുടെ ആത്മാവിനെ ബാധിച്ചു കഴിയുമ്പോൾ ഇതിൽ നിന്നും നമുക്ക് മോചനം കിട്ടാനായിട്ട് സഭ കുറേ എളുപ്പവഴികൾ പറയുന്നുണ്ട്. അതായത് സഭയുടെ കുറേ റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ആത്മാവിനെ റിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ദണ്ഡവിമോചനം എന്ന പേരിൽ സഭയിൽ അറിയപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. ഇതിനെ ഇൻ്റലിജൻസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ഇതിനെപ്പറ്റി വളരെയധികം ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറേ കോൺട്രവേഴ്സിയൊക്കെ പണ്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരിൽ. പക്ഷേ ഇപ്പോൾ ഇതിനെപ്പറ്റി അധികം ആളുകൾ പറയുന്നില്ല. അതുപോലെ കൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം എത്ര പേർക്ക് അറിയാമെന്നും അറിയില്ല. അപ്പോൾ ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്ന ആൾക്കാർ വളരെ കൃത്യമായിട്ടൊന്നല്ല പഠിപ്പിക്കുന്നത്. പല പുസ്തകങ്ങളിലും ദണ്ഡവിമോചനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നേടിയെടുക്കാം എന്നുള്ള കാര്യത്തെപ്പറ്റിയൊക്കെ എഴുതുന്നത് വളരെ വികലമായിട്ടും അപൂർണമായിട്ടും വ്യക്തതയില്ലാതെയാണ് എഴുതുന്നത്. ഇത് കാരണം കൊണ്ട് വിശ്വാസികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻസ്, അല്ലെങ്കിൽ പലർക്കും അവർ കറക്റ്റായിട്ടുള്ള രീതിയല്ല ഫോളോ ചെയ്യുന്നത് ഇത് അക്യൂർ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കറിയാം, സഭ പറയുന്ന ഒരു കാര്യം സഭ തരുന്നു നമുക്ക്. അതായത് ഈ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് സഭയുടെ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന്, സഭയുടെ നന്മയുടെ ഭണ്ഡാരം എന്ന് പറയുന്നത് എന്താണ്? സഭയിൽ നിരവധി വിശുദ്ധന്മാർ ജീവിച്ച് പോയിട്ടുണ്ട്. അവരുടെ നന്മകൾ, സഭയുടെ ഐക്യത്തിൽ നിൽക്കുന്ന എല്ലാ വിശുദ്ധ വ്യക്തികളുടെയും നന്മകൾ, സഭ അർപ്പിക്കുന്ന എല്ലാ ദിവ്യബലികൾ, പരിഹാര പ്രവൃത്തികൾ, പുണ്യപ്രവൃത്തികൾ, ഇവയുടെയൊക്കെ നന്മകളുടെ ഒരു വലിയൊരു ഭണ്ഡാരം സഭയുടെ പക്കലുണ്ട്. അത് നമുക്ക് കാണുന്ന ഇപ്പോൾ ഫിനാൻഷ്യലായിട്ട് നോക്കുമ്പോൾ പൈസയുടെ ഭണ്ഡാരമല്ല, ആത്മീയമായിട്ട് നോക്കുമ്പോൾ ആത്മീയ ഭണ്ഡാരമാണത്. നന്മയുടെ ഭണ്ഡാരം, പുണ്യങ്ങളുടെ ഭണ്ഡാരം. അപ്പോൾ നമുക്ക് ഒരു ആത്മാവിന്, സഭയിലുള്ള ഒരു വ്യക്തി, അതായത് നമ്മൾ ഇതിനെ വളരെ ഭൗതിക ലോകവുമായിട്ട് എടുത്ത് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. അതായത് നമുക്ക് കുറേ പൈസ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലാണ്. ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ, കുടുംബത്തിലെ ഓരോരുത്തർക്കും ഓരോ സാമ്പത്തികമാണ്. അപ്പോൾ നമ്മളുടെ ഒരു സമ്പാദിക്കുന്ന ഒരു വിഹിതം നമ്മളുടെ കുടുംബ കൂട്ടായ്മയിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഒരു ദുരിതമുണ്ടാകുന്ന ആ വ്യക്തിയുടെ പൈസ മുഴുവനായിട്ട് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ പൈസയ്ക്ക് വളരെയധികം ആവശ്യം വരുന്നു. ആ സമയത്ത് ഇവർ പോയിട്ട് ഈ കുടുംബ കൂട്ടായ്മയിലെ ഈ പൈസ സൂക്ഷിക്കുന്ന ആളുടെ അടുത്ത് പോയി അതിൻ്റെ പ്രധാനിയോട് പറയുന്നു, എനിക്കിപ്പോൾ മോശം അവസ്ഥയാണ്, എനിക്ക് നിങ്ങൾ കുറച്ച് പൈസ തന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ആ വ്യക്തി ഇവർക്ക് ആ പൈസയിൽ നിന്ന് ഒരു എമൗണ്ട് എടുത്ത് കൊടുക്കുന്നത് പോലെ തന്നെ ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചിന്തിക്കാം. സഭയുടെ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് സഭയുമായിട്ട് ഐക്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ചെന്ന് സഭയോട് ചോദിക്കുകയാണ്, എനിക്ക് ആ നന്മയിൽ നിന്ന് കുറച്ച് നന്മ എൻ്റെ ആത്മാവിൻ്റെ റിപ്പയറിന് വേണ്ടിയിട്ട് തരാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സഭ അത് എടുത്തു തരുന്നു. നമ്മൾ ആ സഭയുടെ ആ നന്മകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നമ്മൾ റിപ്പയർ ചെയ്യുന്നു. നമ്മൾ നേരെ സ്വർഗത്തിലും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ചെയ്തില്ലെങ്കിൽ തന്നെയും നമുക്ക് ഇങ്ങോട്ട് സൗജന്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളായിട്ട് പ്രായശ്ചിത്തം ചെയ്ത് ഇതിൻ്റെ പിന്നാലെ നടന്ന് ഇതിൻ്റെ കടം മോചിപ്പിക്കാനായിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടെ നമുക്ക് ഈ സഭയിൽ നിന്നുള്ള നമ്മൾ പറയില്ല, ഇപ്പോൾ ബാങ്കിൽ ചെന്ന് ഒരു ലോൺ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മളൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്ന ഒരു ഒഫീഷ്യൽ ഇതുണ്ട് അല്ലേ, അത് ചെയ്താൽ മാത്രമാണ് നമുക്ക് ലോൺ പാസ്സാക്കി തരുള്ളൂ. അപ്പോൾ ആ ഫോം കറക്റ്റായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം അല്ലേ. ബാങ്കാണ് ലോൺ തരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു പേപ്പർ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ബാങ്ക് അത് ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അത് പ്രൊസീജിയറല്ല. അപ്പോൾ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സഭയുടെ ഭണ്ഡാരത്തിൽ നിന്ന് ആ നന്മ എടുത്ത് തരും എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ദണ്ഡവിമോചനത്തെ പറ്റി നിങ്ങൾക്ക് ഏകദേശം ബോധ്യപ്പെട്ടെന്ന് അറിയാം. ഞാൻ കുറേ ലിങ്കുകൾ തരാം, ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകൾ തരാം. അതിൽ നിന്നൊക്കെ ദണ്ഡവിമോചനത്തെ പറ്റി കൂടുതൽ പഠിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ അച്ഛന്മാരൊക്കെ അതിനുവേണ്ടി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ദണ്ഡവിമോചനത്തെ പറ്റി വളരെയധികം കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് എവിടെ നോക്കിയാലും കിട്ടും. പക്ഷേ ഇതിൻ്റെ മാനദണ്ഡങ്ങളെ പറ്റി പഠിക്കുകയാണെങ്കിലാണ് കുറേയധികം കൺഫ്യൂഷൻസ് ഉള്ളത്.
കുറേ പേർക്ക് തെറ്റ് പറ്റുന്നത്, കുറേ പേർക്ക് അപൂർണമായിട്ടുള്ളത്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഈ ദണ്ഡവിമോചനം നമുക്ക് കിട്ടാനായിട്ട്. അപ്പോൾ സഭ പറയുന്ന മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ദണ്ഡവിമോചനം ഉണ്ടെന്ന് സഭ പഠിപ്പിക്കുകയാണ്. ഒന്ന് പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനം, രണ്ടാമത്തേത് ഭാഗികമായിട്ടുള്ള ദണ്ഡവിമോചനം. അപ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള നമ്മുടെ കടങ്ങളെല്ലാനും ഒറ്റയടിക്ക് മോചിക്കുന്നു. അതായത് ഇന്ന് ഞാൻ ഇതുവരെയായിട്ട് പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കാത്ത വ്യക്തിയാണെങ്കിൽ എന്നിനുള്ളിലുള്ള എന്തൊക്കെയൊക്കെ പാപത്തിൻ്റെ കടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം. അപ്പോൾ ഇത് കുമ്പസാരമായിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. കുമ്പസാരം എന്ന് പറയുന്നത് പാപമോചനമാണ്. ദണ്ഡവിമോചനം എന്നുള്ളത് പാപം മോചിച്ചതിന് ശേഷവും നമ്മുടെ നമ്മളിൽ നിലനിൽക്കുന്ന പാപത്തിൻ്റെ കടങ്ങളാണ്. പാപം മൂലം ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജസ്, നമ്മുടെ ആത്മാവിലുള്ള ഡാമേജസ് ആണ് ഈ പറയുന്നത് പാപകടം എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർക്കാനായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ കുമ്പസാരം എന്ന് പറയുന്നത് വേറെയാണ്, ദണ്ഡവിമോചനം എന്ന് പറയുന്നത് വേറെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂട്ടിക്കുഴയ്ക്കാനേ പാടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു പൂർണ്ണ ദണ്ഡവിമോചനം എന്ന്. അപ്പോൾ പൂർണ്ണ ദണ്ഡവിമോചനം എന്ന് പറയുന്നത് നമ്മുടെ ഇതുവരെയായിട്ടും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ പാപഘടകങ്ങളും ഒറ്റയടിക്ക് മോചിക്കുന്ന അവസ്ഥയാണ് പൂർണ്ണ ദണ്ഡവിമോചനം. അതായത് നമുക്കൊരു പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെയാണ് ഒരു മാമോദീസ കഴിയുമ്പോൾ നമ്മുടെ ആത്മാവുള്ളത്, അതേ രീതിയിൽ ഇത് റീസെറ്റാകും. വളരെ സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാക്ടറി റീസെറ്റിലേക്ക് മാറുന്ന പോലെ തന്നെ നമ്മുടെ ആത്മാവ് എങ്ങനെയാണോ ഒരു മാമോദീസ കഴിഞ്ഞിട്ട് ഒരു കുട്ടിയുടെ ആത്മാവുള്ള പോലെ നമ്മൾ അതേ രീതിയിൽ അതേ നൈർമല്യതയോടുകൂടി നമ്മുടെ ആത്മാവ് മാറും പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതൊന്ന്. രണ്ടാമത് ഭാഗിക ദണ്ഡവിമോചനമാണ്. ഭാഗിക ദണ്ഡവിമോചനം എന്ന് പറയുന്നത് അത് എത്രമാത്രം ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് കിട്ടണമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നതാണ്. സഭ പറയുന്നത് എത്രയോ പെർസെൻറ്റേജ് നമുക്ക് കിട്ടും, അതായത് നമ്മുടെ പാപകടങ്ങൾ മോചിക്കും. പക്ഷെ അത് എത്രമാത്രമാണെന്നോ അത് ഓരോ പ്രാർത്ഥനയും നമ്മുടെ ഒരുക്കവും ദൈവത്തിൻ്റെ കരുണയൊക്കെ അനുസരിച്ചിരിക്കും. എത്ര രീതിയിലാണ് അത് നമുക്ക് അനുഭവപ്പെടുക, എത്ര പാപങ്ങളാണ് അതുകൊണ്ട് മോചിക്കപ്പെടുക, എത്ര പാപകടങ്ങളാണ് മോചിക്കപ്പെടുന്നത്, എത്രയധികം നമുക്ക് റിപ്പയർ കിട്ടുമെന്നുള്ളത് അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കും. അപ്പോൾ ഈ ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് ഒരു ദിവസം എത്ര വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അതായത് നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിൽ നമ്മുടെ റിപ്പയർ ചെയ്യാനുള്ള ഇത് നമുക്ക് മേടിക്കാം. പക്ഷേ പൂർണ്ണ ദണ്ഡവിമോചനം എന്നുള്ളത് ഒരു ദിവസം ഒരെണ്ണം മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഒരു ദിവസം ഒരെണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ദണ്ഡവിമോചനം കിട്ടിയതിന് ശേഷം വീണ്ടും പാപം ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമ്മൾ കടക്കാരാവും, അത് വേറെ കാര്യം. ഒരു സഭ നിഷ്കർഷിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പൂർണ്ണ ദണ്ഡവിമോചനം ദിവസത്തിലൊരിക്കൽ എന്നുള്ളതാണ്. അതിൽ കൂടുതൽ നമുക്ക് നേടാനായിട്ട് സാധിക്കില്ല. പിന്നെ രണ്ടാമത്, ഈ പൂർണ്ണ ദണ്ഡവിമോചനം എന്നുള്ളത് നമ്മുടെ ആത്മാവിന് വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് സ്വന്തം ആത്മാവിന് വേണ്ടി മാത്രമാണ് നേടാൻ കഴിയുന്നത്. പിന്നെ രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ വേറെ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ആ വ്യക്തിക്ക് കൊടുക്കാനൊന്നും പറ്റുന്നില്ല. പക്ഷേ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നേടിക്കൊടുക്കാം. അതായത് നമ്മളിന്നൊരു ദണ്ഡവിമോചനം നേടി, ഈ ദണ്ഡവിമോചനം നമുക്ക് വേണമെങ്കിൽ മരിച്ചുപോയ ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാഴ്ചവെക്കാം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജർത്രൂദിനോട് പറഞ്ഞ പോലെ തന്നെ ഒരു ആത്മാവ് ആ സമയത്ത് ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് മോചിപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് കരകയറ്റപ്പെടും. അപ്പോൾ ആത്മാവിൻ്റെ അന്ന് വരെയുള്ള എല്ലാ പാപകടങ്ങളും മോചിക്കപ്പെട്ടുകൊണ്ട് അവർ പോവും. അതുപോലെ തന്നെ ഈ ഭാഗിക ദണ്ഡവിമോചനം നമ്മുടെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കുറച്ചൊക്കെ കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും. ഇനിയിപ്പോൾ കുറച്ച് മാത്രമാണ് ബാക്കിയിരിക്കുന്നത്, അതിനുവേണ്ടി മാത്രമാണ് അവർ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഭാഗിക ദണ്ഡവിമോചനം കൊണ്ട് ചിലപ്പോൾ അയാൾ അപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. ഇനി ഇതിനെ നേടിയെടുക്കാൻ വേണ്ട നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ, ഒരു വ്യക്തിക്ക് ദണ്ഡവിമോചനം കിട്ടാനായിട്ട് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ്. അപ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് ഈ പൂർണ്ണ ദണ്ഡവിമോചനത്തെ പറ്റിയാണ്. അതായത് ഒരു പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്,
ഒന്ന്, നമ്മൾക്ക് ഈ ദണ്ഡവിമോചനത്തെപ്പറ്റി ബോധ്യം വേണം, ദണ്ഡവിമോചനം മേടിക്കാനുള്ള ആഗ്രഹം വേണം, ഒന്നാമത്തേത്. രണ്ടാമത്തേത്, നമ്മൾ സഭയുമായിട്ട് ഏറ്റവും ഐക്യത്തിലായിരിക്കണം. അതിൽ ഇത് കത്തോലിക്ക സഭയിലുള്ളവർക്ക് മാത്രം ലഭിക്കുന്ന കാര്യമാണ്. സഭ പുറത്താക്കിയ ആൾക്കാർക്കോ സഭയിലുള്ള ആൾക്കാർക്ക് മാത്രമല്ല, വേറെ കത്തോലിക്ക സഭയിൽ അംഗമല്ലാത്ത വേറെ വ്യക്തികൾക്കൊന്നും ഈ പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബാപ്റ്റിസം കഴിഞ്ഞവർക്ക് മാത്രമാണ്, ജ്ഞാനസ്നാനം സ്വീകരിച്ചുകൊണ്ട് സഭയിൽ അംഗമായവർക്ക് മാത്രമാണ് ഈ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം നമുക്ക് അറിയുന്ന പോലെ തന്നെ ബാങ്കിൽ അംഗമായാൽ മാത്രമല്ല നമുക്ക് ലോൺ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണിത്. കത്തോലിക്ക സഭയുമായിട്ട് കൂട്ടായ്മയിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഇത് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, ഇത് സ്വീകരിക്കാനായിട്ട് നമ്മൾ കുമ്പസാരിച്ച് പാപകടങ്ങൾ മോചിച്ച അവസ്ഥയിലായിരിക്കണം. അതായത് ഇന്ന് നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം സ്വീകരിക്കണമെങ്കിൽ നമ്മൾ പ്രസാദോരവസ്ഥയിലായിരിക്കണം, പാപങ്ങൾ നമ്മൾ കുമ്പസാരിച്ചിരിക്കണം. അപ്പോൾ അത് അർത്ഥമാക്കുന്നത് ഇന്ന് സ്വീകരിക്കാനായിട്ട് ഇന്ന് കുമ്പസാരിക്കണം എന്നുള്ളതല്ല, നമ്മളൊരു 10-20 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കുമ്പസാരിച്ചിരിക്കണം. 1, 2, 3 ആഴ്ചകളുടെ ഉള്ളിൽ. അതായത് നമ്മുടെ ആത്മാവ് അത്രയും നല്ലൊരു അവസ്ഥയിലായിരിക്കണം, അതായത് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ടുള്ള അവസ്ഥയിലായിരിക്കണം. രണ്ടാമത്തെ നിബന്ധന എന്ന് പറയുന്നത് വിശുദ്ധ കുർബാന സ്വീകരിച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രശ്നമല്ല, ഇനി മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് അത് പറയാം. അതായത് അടുത്ത നിബന്ധന എന്ന് പറയുന്നത് മാർപ്പാപ്പയുടെ നിയോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു ബാങ്ക് മാനേജർക്ക് ഒരു റിക്വസ്റ്റ് എഴുതി കൊടുക്കണ പോലെ, ലോൺ കിട്ടുമ്പോൾ ലോണിൻ്റെ ഫോമുകളൊക്കെ എഴുതിയ അവസാനം ബാങ്ക് മാനേജർക്കൊരു വെള്ള കടലാസിലൊരു അപേക്ഷ എഴുതി കൊടുക്കുന്ന പോലെ തന്നെ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മാർപ്പാപ്പയാണ് സഭയുടെ തലവൻ. അപ്പോൾ മാർപ്പാപ്പേനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ, മാർപ്പാപ്പയുടെ നിയമങ്ങൾ, പ്രാർത്ഥനാ നിയമങ്ങൾ എന്തൊക്കെയുണ്ടോ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനകളോ ചൊല്ലിക്കൊണ്ട് ഒരു സ്വർഗ്ഗസ്നാപിതാവ്, ഒരു നന്മ നിറഞ്ഞ മറിയമേ, ഒരു വിശ്വാസപൂർവ്വമാണ്, ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നമ്മൾ കാഴ്ചവെക്കുകയും ചെയ്യണം മാർപ്പാപ്പയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഈ മറ്റുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, കത്തോലിക്ക സഭയിൽ അംഗമാണോ, നമ്മൾ സഭയുടെ ഐക്യത്തിലിരിക്കണം. നിബന്ധനകൾ എന്ന് പറയുന്നത്, ഒന്ന്, കുമ്പസാരിച്ചിരിക്കണം. അത് 2-3 ആഴ്ചയ്ക്കുള്ളിൽ നമ്മൾ കുമ്പസാരിച്ചിരിക്കണം, ആ ഒരു പ്രസാദാവസ്ഥയിലായിരിക്കും. രണ്ടാമത്, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, മാർപ്പാപ്പയുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, കുമ്പസാരം നമുക്ക് 10-20 ദിവസത്തിനുള്ളിൽ ചെയ്താൽ മതി. പക്ഷേ ഓരോ ദിവസവും നമ്മൾ ദണ്ഡവിമോചനം നേടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അതായത് ഇന്ന് ദണ്ഡവിമോചനം എനിക്ക് വേണം, നാളെ വേണം, മറ്റന്ന് വേണം, അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ കുർബാന സ്വീകരിച്ചിരിക്കണം. ഇന്ന് കുർബാന സ്വീകരിക്കുകയും മാർപ്പാപ്പയുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമാണ് ഇന്നത്തെ ദണ്ഡവിമോചനം എനിക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ദണ്ഡവിമോചനത്തിന് ഒരു പ്രാർത്ഥനയും ഒരു കുർബാന സ്വീകരണം എന്നുള്ള കണക്കിലാണത് ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞപ്പോൾ ഒന്ന് തോന്നുന്നു. അതായത് ഒരു പ്രാവശ്യം പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യേണ്ട 2 കാര്യങ്ങളെന്ന് പറയുന്നത്, കുർബാന സ്വീകരിച്ചിരിക്കണം, കുർബാന പങ്കെടുത്തുകൊണ്ട് കുർബാന സ്വീകരിക്കണം. രണ്ടാമത്, മാർപ്പാപ്പയുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുമ്പസാരം എന്ന് പറയുന്നത് 3 ആഴ്ചയുടെ ഉള്ളിൽ എപ്പോഴെങ്കിലും ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലായിരുന്നാൽ മാത്രം മതി. വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യത ഉണ്ടായാലുള്ള അവസ്ഥയിലായാൽ മതി. അപ്പോൾ രണ്ടാമത്തെ ദണ്ഡവിമോചനം കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ വീണ്ടും കുർബാന സ്വീകരിക്കണം, മാർപ്പാപ്പയുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ പൂർണ്ണ ദണ്ഡവിമോചനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്, കുർബാന സ്വീകരിക്കേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇന്നാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇനി അടുത്ത് വരാൻ പോകുന്ന കുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് ഈ കുർബാന സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ മാർപ്പാപ്പയുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ ലിങ്ക് 3 കാര്യങ്ങളും പൂർത്തിയാവുകയും ഒറ്റ ദണ്ഡവിമോചനം നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്.
അപ്പോൾ ഈ 3 നിബന്ധനകളില്ലെങ്കിൽ പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അതിൽ പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിൽ നമ്മൾ ചെയ്യാൻ പറ്റാതെ പോവുകയാണെങ്കിൽ അത് ഭാഗികമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതാണ് നിബന്ധനകൾ ഒന്നാമത്തെ. അപ്പോൾ പൂർണ്ണദണ്ഡ വിമോചനത്തിൻ്റെ നിയമങ്ങളാണിത്. അപ്പോൾ പൂർണ്ണദണ്ഡ വിമോചനമാണ് ഇത്രയധികം പ്രാധാന്യമുള്ളത്, ഇത്രയധികം നിയമങ്ങൾ അല്ലെങ്കിൽ നിബന്ധനകളുള്ളത്. അപ്പോൾ ഈ 3 അവസ്ഥയിലായിരിക്കണം ഇനി ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ചില പ്രാർത്ഥനകൾ ചെല്ലണം. ഓക്കെ, അപ്പോൾ ഇത് 3 ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ചില ഭക്ത കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ദണ്ഡവിമോചനം കിട്ടുമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏകദേശം 10-70ഓളം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുള്ളതുണ്ട്. അതായത് ഏത് വേണമെങ്കിലും ചെയ്യാം, ഏത് ചെയ്താലും നമുക്ക് ദണ്ഡവിമോചനം കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞു, പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടാനായിട്ട് മറ്റ് 3 അവസ്ഥ: കുമ്പസാരിക്കണം, വിശുദ്ധ കുർബാന സ്വീകരിക്കണം, മാർപ്പാവയുടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ ഇതിലെന്തെങ്കിലും ഒന്ന് മാറ്റം വന്നു പോയാലോ ഇത് ചെയ്തില്ലെങ്കിലോ നമുക്ക് ഈ ഇനി വരാൻ പോകുന്ന ഭക്തകൃത്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഭാഗികമായിട്ടാണ് നമുക്ക് ദണ്ഡവിമോചനം കിട്ടുക. അതായത് പാർഷ്യലായിട്ട് മാത്രമാണ് ദണ്ഡവിമോചനം കിട്ടുക. അപ്പോൾ പിന്നെ ചില പ്രാർത്ഥനകൾക്ക് ഭാഗികമായിട്ട് മാത്രമാണ് അതിന് നിയമസാധ്യതയുള്ളൂ. ഭാഗികമായിട്ടുള്ള ദണ്ഡവിമോചനം കിട്ടാനാണ് ആ പ്രാർത്ഥന പറ്റുകയുള്ളൂ. ചില പ്രാർത്ഥനകൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ ശക്തിയുള്ള പ്രാർത്ഥനകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഏകദേശം ഞാൻ പറഞ്ഞു 10-70ഓളം പ്രാർത്ഥനകളുണ്ട്. അതിൽ പല പ്രാർത്ഥനകളും ഞാൻ പോലും കാണാത്ത പല പ്രാർത്ഥന, കാരണം പ്രാർത്ഥനകളൊക്കെ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥനകളാണ്. റോമിലും ലത്തീനിലൊക്കെയുള്ള പല പ്രാർത്ഥനകളാണ് അതിലുള്ളത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അറിയുന്ന കുറേ പ്രാർത്ഥനകളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാനിതിൻ്റെ ഫുൾ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കൂടുതലായിട്ട് അറിയേണ്ടവർക്ക് അതൊക്കെ ചെന്ന് നോക്കി വളരെ കൃത്യമായിട്ട് പറയാം. അപ്പോൾ ഇതിനെപ്പറ്റി പോൾ 6 മാർപ്പാപ്പയാണ് ആദ്യത്തെ ഒരു ലേഖനം ഇതിനു വേണ്ടിയിട്ട്, ലേഖനമല്ല, ഒരു ഔദ്യോഗിക പ്രമാണരേഖ ഇതിനു വേണ്ടിയിട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. പിന്നെ അതിനുശേഷം പിന്നീടും കുറേ ഒഫീഷ്യൽ ലെറ്റേഴ്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സഭയുടെ ഔദ്യോഗിക രേഖകളിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന, നമ്മുടെ കേരളത്തിൽ മലയാളികൾക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെ പറ്റിയാണ്, പ്രാർത്ഥനകളെ പറ്റിയാണ് ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു നിബന്ധന ആദ്യത്തെ ഞാൻ പറയാൻ പോകുന്നത് പാർഷ്യലായിട്ട് കിട്ടുന്ന ദണ്ഡവിമോചനത്തിൻ്റെ ഒരു പ്രാർത്ഥനകൾ ആണ്. ആദ്യത്തെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകരണങ്ങളാണ്. ഈ വിശുദ്ധ കുർബാന, ഹോളി കമ്മ്യൂണിയന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ കുട്ടികളായിരുന്നപ്പോൾ പഠിച്ച പ്രാർത്ഥനയാണ് സ്നേഹപ്രകരണം, വിശ്വാസപ്രകരണം, പ്രത്യാശാപ്രകരണം എന്ന് പറഞ്ഞിട്ട് വളരെ ഷോർട്ടായിട്ടുള്ള പ്രാർത്ഥനകളാണ്. അത് പ്രാർത്ഥനാ ബുക്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ആ പ്രാർത്ഥനകൾ ഏതെങ്കിലുമൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം കിട്ടും. അപ്പോൾ സഭയുടെ ഔദ്യോഗിക മിക്ക പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഭാഗിക ദണ്ഡവിമോചനങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കാര്യം കൂടി ഇതിനെപ്പറ്റി പറയുമ്പോൾ ചിന്തിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, നമ്മുടെ പല ബന്ധനങ്ങളൊക്കെ വിട്ടുപോകാനായിട്ട്, ബന്ധനങ്ങളെന്ന് പറയുന്നത് ഈ പാപത്തിൻ്റെ കടങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഇതുപോലുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കഴിഞ്ഞ് മോചിക്കപ്പെടുമ്പോൾ ആയിരിക്കും നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അങ്ങനെയൊക്കെ രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നോക്കാം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പോൾ പറയാനുള്ളത്, പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുന്ന ഒരു മാർഗ്ഗമാണ്. അതായത് വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ ആരാധനയെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നമ്മൾ ഏകദേശം 30 മിനിറ്റിൽ കുറയാതെ 30 മിനിറ്റെങ്കിലും മിനിമം വിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ആരാധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനത്തിന് അർഹരാകും. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ 30 മിനിറ്റ് പോയി നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യേണ്ടത് എന്താണ്? ഈ ദണ്ഡവിമോചനത്തിൻ്റെ നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് നമ്മൾ വിശുദ്ധ കുമ്പസാരിച്ചിരിക്കണം. രണ്ടാമത് അന്നത്തെ ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കണം.
മൂന്നാമത് നമ്മൾ മാർപ്പാപ്പയുടെ നിയമങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടി പ്രാർത്ഥിക്കണം. അപ്പം ഇത് മൂന്നും പൂർത്തിയായി കഴിഞ്ഞിട്ട് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം നമുക്ക് ഗ്രാൻഡ് ആവും. അപ്പോൾ അത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ നമുക്കിടെ അന്നാവിന് വേണ്ടി സമർപ്പിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും. അപ്പോൾ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ്. ഇനി വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്, അത് ഞാൻ പറയാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പം കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മാർഗ്ഗം. അപ്പോൾ നമ്മളിതൊന്ന് ചെല്ലിയില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ദണ്ഡവിമോചനം ഭാഗികമായിരിക്കും. പിന്നെ നമുക്ക് ഇതിനെ ദണ്ഡവിമോചനത്തെ പറ്റി അറിയുന്നില്ലെങ്കിൽ നമ്മളത് ക്ലെയിം ചെയ്യാതെ ഇങ്ങനെ കിടക്കുക. അതായത് നമ്മുടെ പേരിൽ ചെക്കുകളൊക്കെ ഒപ്പിട്ടോടെ വെച്ചിട്ടുണ്ട്, നമ്മളാരും ആ ചെക്കുകൾ റിസീവ് ചെയ്യാൻ പോയിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെത്ര പേര് ദിവ്യഗാനത്തിന് മുന്നിലൊക്കെ ഇരുന്നിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മുടെ ആ ദണ്ഡവിമോചനം നമ്മൾ ക്ലെയിം ചെയ്തിട്ടുണ്ടോ സഭയിൽ നിന്ന്? അപ്പോൾ അത് ക്ലെയിം ചെയ്ത് ഇനിയെങ്കിലും നമ്മൾ അതൊക്കെ ഓർത്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച്, അത് കർത്താവെ ഞാൻ ഇതുവരെയായിട്ട് ചെയ്തു പോയ ദണ്ഡവിമോചനങ്ങൾക്കൊക്കെ എനിക്ക് തരണം, അല്ലെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും കൂടി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിനൊക്കെ വലിയ അനുഗ്രഹങ്ങൾ കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അത് ക്ലെയിമുകളൊക്കെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു പൂർണ്ണ ദണ്ഡവിമോചനത്തെ പറ്റി 30 മിനിറ്റ്. ഇനിയിപ്പോൾ 30 മിനിറ്റ് നമ്മൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പോയെങ്കിലും പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വരികയാണെങ്കിൽ അതിന് ഒരു ഭാഗിക ദണ്ഡവിമോചനത്തിൻ്റെ കൂടി അർഹരാണ് നമ്മൾ. അപ്പോൾ നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം അതിൽ നിന്ന് കിട്ടും. നമുക്ക് 30 മിനിറ്റ് നമ്മൾ ഇരിക്കാൻ പറ്റിയില്ലെങ്കിൽ. അതുപോലെ തന്നെ നമ്മൾ അന്ന് കുമ്പസാരിക്കാനോ അല്ലെങ്കിൽ കുർബാന സ്വീകരിക്കാനോ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഭാഗികമായിട്ടുള്ള ദണ്ഡവിമോചനം നമുക്ക് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അടുത്ത കുറേ പ്രാർത്ഥനകളാണ്, അതിലെത്തിനുള്ള കുറേ പ്രാർത്ഥനകളാണ്. കുറേ പ്രാർത്ഥനകളുണ്ട്, സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളാണ്. ഈ പ്രാർത്ഥനകളൊന്നും നമ്മുടെ കുറേ മലയാളത്തിലെ നമ്മുടേതായിട്ടുള്ള സഭകൾ ചെല്ലുന്ന പ്രാർത്ഥനകളൊന്നും അതിൽ വളരെ കുറവാണ് വരുന്നത്. പിന്നെ വരുന്നത് പിന്നെ വത്തിക്കാനിലുള്ള ബസിലിക്ക ദേവാലയത്തിൽ അവിടെ പോയി സന്ദർശിക്കുകയാണ്. അവിടെ പോയി സന്ദർശിച്ചത് അത് നമ്മുടെ ബസിലിക്ക, നമ്മുടെ വിശുദ്ധ ദിവസങ്ങളിൽ, അതുപോലെയുള്ള കുറച്ച് ദിവസങ്ങളിൽ അവിടെ പോയി സന്ദർശിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെയുള്ള നമ്മുടെ സാധ്യതകൾ വളരെ കുറവാണ് അവിടെയൊക്കെ പോയി ചെയ്യാനായിട്ട്. പിന്നെ പാപ്പായുടെ ബ്ലെസ്സിങ്, ചില ദിവസങ്ങളിലൊക്കെ പാപ്പ മറ്റേ ഊർബി എറ്റ് ഓർബി എന്ന് പറഞ്ഞിട്ട് ഒരു ആശീർവാദം കൊടുക്കാറുണ്ട് പല യുവജന ധ്യാനങ്ങളിൽ. നമ്മുടെ വേൾഡ് യൂത്ത് ഡേക്കൊക്കെ പാപ്പ ഇതുപോലുള്ള ആശീർവാദങ്ങൾ കൊടുക്കാറുണ്ട്. അത് നമുക്കെല്ലാവർക്കും അറിയാം. ആ സമയത്തൊക്കെ എപ്പോഴും മെസ്സേജുകൾ വരാറുണ്ട്. ഇങ്ങനെ ഒരു ആശീർവാദം നമ്മൾ ലൈവായിട്ട് റേഡിയോയിൽ കൂടെയോ ടി വിയിൽ കൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ദണ്ഡവിമോചനത്തിന് നമ്മൾ അർഹരാണെന്നുള്ളത്. അതുപോലെ തന്നെ ഈ നവംബർ 1 മുതൽ 8 വരെ, നമുക്ക് കഴിഞ്ഞ മിസ്സായിപ്പോയി, നവംബർ 1 മുതൽ 8 വരെയുള്ള ദിവസങ്ങളിൽ മരിച്ചവരുടെ മാസത്തിൽ സിമിത്തേരി സന്ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. അത് 8 ദിവസങ്ങളിലുള്ളൂ. ഈ നവംബർ 1 മുതൽ 8 വരെ സെമിത്തേരിയിൽ പോയിട്ട് മരിച്ച ആത്മാക്കളുടെ വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ പൂർണ്ണ ദണ്ഡവിമോചന അർഹരാണ്. അപ്പോൾ അത് മുഖാന്തരം നമുക്ക് വേണമെങ്കിൽ കുറേ ആത്മാക്കൾക്ക് മോചനം നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പറയുന്നത് ക്രിസ്ത്യാനികളുടെ പഴയ ശവകുടീരങ്ങൾ, കാറ്റക്കോംസ് എന്ന് പറയുന്നിട്ട് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചൊക്കെ കൊന്നിട്ടുള്ള പല സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ആദിമ ക്രിസ്ത്യാനികളൊക്കെ കുഴിച്ചിട്ട ആരും കേൾക്കാത്ത സ്ഥലങ്ങളൊക്കെയാണ് അതൊക്കെ. അപ്പോൾ അവിടെ പോയൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പാർഷ്യൽ ദണ്ഡവിമോചനം കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ അടുത്തത് വിശ്വാസ പ്രമാണം നമ്മൾ ചെല്ലുകയാണെങ്കിൽ 2 വിശ്വാസ പ്രമാണം, നിക്കായിലെ വിശ്വാസപ്രമാണം, വലിയ വിശ്വാസപ്രമാണം, ചെറിയ വിശ്വാസപ്രമാണം ചൊല്ലിയാലും നമുക്ക് പാർഷ്യൽ ഭാഗിക ദണ്ഡവിമോചനം നമുക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുരിശിൻ്റെ ആരാധിക്കുകയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനം കാര്യങ്ങളുണ്ട്. നമ്മുടെ കുരിശുദ്ധ കുർബാന അന്ന് ഇല്ലല്ലോ ശരിക്കും. ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് സീറോ മലബാറിലും മറ്റു പല രീതികളിലും നമ്മൾ അന്നേ ദിവസം പീഡാനുഭവ ധ്യാനവും പിന്നെ നമ്മൾ കുരിശിനെ ചുംബിക്കുകയും പിന്നെ തലേ ദിവസത്തെ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാലും നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനം കിട്ടുന്ന ദിവസമാണ് അന്നൊക്കെ. പിന്നെ വരുന്ന പ്രാർത്ഥനകൾ, കുറേ പ്രാർത്ഥനകളുണ്ട്. അതൊക്കെ ഈ കൂടുതലും ലത്തീൻ റോമിലെ പ്രാർത്ഥനകളാണ്. അതുപോലെ തന്നെ 3 ദിവസത്തെ ധ്യാനം കൂടുകയാണെങ്കിൽ നമ്മൾ 3 ദിവസത്തെ ഒരു റിട്രീറ്റ് കൂടുകയാണെങ്കിൽ അതിന് പൂർണ്ണദണ്ഡ വിമോചനം കിട്ടും എന്നുള്ളതാണ് സഭ പറയുന്നത്. അതിനും അർഹരാണ് നമ്മളെന്നുള്ളത്. അപ്പോൾ നമ്മളൊക്കെ പല സ്ഥലങ്ങളിൽ ധ്യാനം കൂടുകയാണെങ്കിലൊക്കെ അത് കിട്ടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതൊക്കെ നമ്മൾ കാഴ്ചവെക്കുകയാണെങ്കിൽ ആത്മാക്കളുടെ മോചനത്തിനായിട്ട് സാധിക്കും. പിന്നെ അടുത്തത് മരണാസന്നരുടെ കുറച്ച് കാര്യം പറയുന്നുണ്ട്. മരണാസന്നർക്ക് ചിലപ്പോൾ കുർബാന സ്വീകരിക്കാനായിട്ട് സാധിക്കാതെ വരുന്ന സമയങ്ങളിൽ അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ദണ്ഡവിമോചനം സ്വീകരിക്കണമെന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിശുദ്ധ കുരിശ് അവരെ കയ്യിൽ പിടിക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് വെച്ചുകൊണ്ട് അവർക്ക് ദണ്ഡവിമോചനം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ദണ്ഡവിമോചനം കിട്ടാനായിട്ട് അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടാൻ അത് മൂലം സാധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് നിബന്ധനകൾ പറയുന്നുണ്ട്. ആ വ്യക്തി തൻ്റെ ജീവിതകാലത്തിൽ പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ടുള്ള ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെങ്കിലായിരിക്കണം എന്നുള്ളതൊക്കെ അതിന് നിബന്ധനകളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. മരിക്കാറായിട്ടുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ അവരുടെ കയ്യിലേക്ക് ഒരു കൊന്തയോ കുരിശുരൂപോ കയ്യിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് നേരിട്ട് പ്രാർത്ഥന ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ഈ പ്രവൃത്തി വഴിയായിട്ട് ചിലപ്പോൾ അവർക്ക് ദണ്ഡവിമോചനം ലഭിക്കാനും അവർക്ക് നേരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനും കരയറ്റപ്പെടുവാനൊക്കെ സാധ്യതകളുണ്ട്. പിന്നെ നമ്മുടെ എത്രയും ദയുള്ള മാതാവ് ചൊല്ലി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർഷ്യൽ ആയിട്ടുള്ള ഭാഗിക ദണ്ഡവിമോചനം കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ അച്ഛന്മാർ ആശീർവദിച്ചിട്ടുള്ള കൊന്തയോ മെഡലുകളോ കുരിശുരൂപ ധരിക്കുന്നവർക്ക് ഭാഗിക ദണ്ഡവിമോചനത്തിന് അർഹരാണ്. അത് അണിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് അണിഞ്ഞുകൊണ്ട് ഒരു കൊന്ത ചെല്ലുകയാണെങ്കിൽ അച്ഛന്മാരെ ആശീർവദിച്ച് കൊന്ത ചെല്ലുകയാണ്, അതുകൊണ്ടൊക്കെ പ്രാർത്ഥനകൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് ഭാഗികമായിട്ടൊരു ദണ്ഡവിമോചനം കിട്ടുമെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അത് മാർപ്പാപ്പയോ ബിഷപ്പുമാരോ ആശീർവദിച്ചതാണെങ്കിൽ അതിന് പൂർണ്ണ ദണ്ഡവിമോചനത്തിൻ്റെ അർഹരാണ് എന്നാണ് അതും കൂടി പറയുന്നത്. ബിഷപ്പോ അല്ലെങ്കിൽ മാർപ്പാപ്പയോ അംഗീകരിച്ചിട്ടുള്ളത് തന്നെ, അല്ലെങ്കിൽ ഹൈ അതോറിറ്റിയിലുള്ള ആളുകൾ, കർദിനാൾസ്, അതുപോലെയുള്ള ബിഷപ്പ് തുടങ്ങി മുകളിലുള്ള ആൾക്കാർ, മുകളിലുള്ള സഭാധികാരികൾ അംഗീകരിച്ചിട്ടുള്ള ആശീർവദിച്ചിട്ടുള്ള കൊന്തയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കതിന് പൂർണ്ണ ദണ്ഡവിമോചനത്തിന് അർഹരാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ മെൻ്റൽ പ്രെയറിന് വരെ, അതായത് നമ്മൾ കുറച്ച് സമയം മാനസികമായി നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് പാർഷ്യലായിട്ടുള്ള ദണ്ഡവിമോചനത്തിന് അർഹരാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നന്മ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഓൾറെഡി ഈ നിബന്ധനകളൊക്കെ പാലിക്കപ്പെടുകയാണ്. അങ്ങനെയാണ് സഭയുടെ ഭണ്ഡാരത്തിൽ നിന്നുള്ള നന്മകൾ നമ്മളിലേക്ക് ഒഴുകുന്നത് എന്നുള്ളതൊക്കെ വലിയൊരു സത്യമാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നതും അതിൻ്റെ പിറകിൽ ഈ ഒരു ദണ്ഡവിമോചനത്തിൻ്റെ അവസ്ഥകളുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതായത് നമ്മൾ വിശുദ്ധ വചനത്തെ പറ്റിയുള്ള വചനപ്രഘോഷണം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം കിട്ടുമെന്നാണ് പറയുന്നത്. വചനപ്രഘോഷണങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നമുക്ക് ബൈബിളിൽ മറ്റേ യൂട്യൂബിൽ കൂടെയോ അല്ലെങ്കിൽ ടി വിയിൽ കൂടെയൊക്കെ വചനപ്രഘോഷണം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടാൻ ഈ ഭാഗികമായിട്ടുള്ള ദണ്ഡവിമോചനത്തിന് നമ്മൾ അർഹരാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഇൻവോൾവ് ആകുകയാണെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിനും അങ്ങനെയുള്ള മിഷൻസിലൊക്കെ ഇൻവോൾവ്ഡ് ആണെങ്കിൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം അത് ചെയ്യുക വഴി
നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് സഭ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് കമ്മ്യൂണിയൻ്റെ ദിവസവും നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനം നമ്മൾ അർഹരാണ്. ഓട്ടോമാറ്റിക്കലി കുർബാന സ്വീകരിക്കുന്നതോടുകൂടി നമ്മൾക്ക് ആദ്യത്തെ വിശുദ്ധ ദിവ്യകാരുണ്യ സ്വീകരണം നമ്മൾ പൂർണ്ണദണ്ഡ വിമോചനം നമുക്ക് കിട്ടും. രണ്ടാമത് അന്ന് ആ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നവർക്ക് അന്നേ ദിവസവും പൂർണ്ണദണ്ഡ വിമോചനം കിട്ടും. അതായത് വ്യക്തിക്ക് കിട്ടും. അതുപോലെ തന്നെ അന്ന് ചടങ്ങിൽ ആദ്യ കുർബാനയുടെ ആ കുർബാനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അന്നേ ദിവസം പൂർണ്ണദണ്ഡ വിമോചനം കിട്ടും. അതുപോലെ തന്നെ നവവൈദികരുടെ ആദ്യത്തെ മാസിൽ ഓർഡിനൽ ആ ദിവസം അവർക്ക് നമ്മൾ പങ്കെടുക്കുന്ന എല്ലാവർക്കും പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കുമെന്നുള്ളത്. അതുപോലെ തന്നെ കൊന്ത ചെല്ലുന്നതിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കൊന്തയ്ക്ക് ജപമാല ചെല്ലുന്നതിന് പൂർണ്ണദണ്ഡ വിമോചനം സഭ കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിന് 1-2 നിബന്ധനകളുണ്ട്. എങ്ങനെയാണ്? ഒന്ന്, നമ്മൾ ഒരു ചർച്ചിലോ അല്ലെങ്കിൽ പബ്ലിക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലോ അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ കൂട്ടായ്മയിൽ, വീട്ടിൽ കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ ഒറ്റയ്ക്കല്ല 2-3 പേരെങ്കിലും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയുള്ളൊരു കൂട്ടായ്മയിൽ നമ്മൾ ഉറക്കെ 5 രഹസ്യങ്ങളും ഉറക്കെ ചൊല്ലിക്കൊണ്ട് അതിന് തടസ്സമില്ലാതെ ഒരു പൂർണ്ണ കൊന്ത ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് പൂർണ്ണദണ്ഡ വിമോചനം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ ഒരു ജപമാല ചൊല്ലുകയാണെങ്കിൽ നമുക്ക് അന്നേ ദിവസം പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ ക്ലെയിം ചെയ്യുകയും ചെയ്യണം. അന്നത്തെ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് മാർപ്പാപ്പയുടെ നിയമങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം നമുക്ക് ഈ ദണ്ഡവിമോചനം കിട്ടും. അപ്പോൾ രണ്ടാമത് നമ്മൾ ഈ 5 തുടർച്ചയായിട്ട് തന്നെ ചെല്ലണം. 2 ചൊല്ലിക്കൊണ്ട് പിന്നെ മറ്റു 2 പിന്നെ ചെല്ലാന്നുള്ള രീതിയിൽ ചൊല്ലിക്കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ നമുക്കറിയാം, പലരും ജോലി ചെയ്യുമ്പോഴും യാത്രയിലൊക്കെ ഇങ്ങനെ ചെല്ലാറുണ്ട്. അപ്പോൾ അതിനൊന്നും പൂർണ്ണദണ്ഡ വിമോചനത്തിൻ്റെ ക്ലെയിം കിട്ടുകയില്ല. പക്ഷെ അതിന് നമ്മൾ ഏതെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ, നമ്മുടെ കുറവുകൾ വന്നു കഴിഞ്ഞാൽ അത് ഭാഗികമായിട്ട് നമുക്ക് കിട്ടും. ഭാഗിക ദണ്ഡവിമോചനമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ സമയമെടുത്ത് ചെല്ലുന്ന പല കൊന്തകൾക്കും ജപമാലയ്ക്കും ഭാഗിക ദണ്ഡവിമോചനത്തിന് അർഹരാണ്. അപ്പോൾ ഈ ജപമാല ചെല്ലുമ്പോൾ പറയുന്നുണ്ട് പ്രത്യേകമായിട്ട് ഓരോ രഹസ്യങ്ങളും എടുത്ത് പറയണം, ഓരോ രഹസ്യങ്ങളെയും ധ്യാനിക്കണം. അങ്ങനെ വളരെ കൃത്യമായിട്ട് ജപമാല ചെല്ലേണ്ട പ്രൊസീജിയറിൽ തന്നെ ജപമാല ചെല്ലിയാലാണ് നമുക്കത് കിട്ടുന്നത്. അതുപോലെ തന്നെ ജൂബിലികൾ, 25ാമത്തെ ജൂബിലി, 50ാമത്തെ ജൂബിലി, 60ാമത്തെ ജൂബിലി, ഈ സന്യസ്തരുടെ, അച്ഛന്മാരുടെയൊക്കെ സന്യസ്തരുടെയൊക്കെ ഈ ജൂബിലിയിൽ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ നമുക്ക് ഈ പൂർണ്ണദണ്ഡ വിമോചനത്തിന് അർഹരാണെന്നാണ് പറയുന്നത്. പിന്നെ വളരെ എളുപ്പമുള്ള ഒരു പൂർണ്ണദണ്ഡ വിമോചനം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉണ്ട്. അതാണ് നാം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വിശുദ്ധ ബൈബിള് വായിക്കുക. അപ്പോൾ സഭ പഠിപ്പിക്കുന്ന ഇതാണ്, 30 മിനിറ്റെങ്കിലും, അതായത് 30 മിനിറ്റെങ്കിലും ഭയഭക്തിയോടുകൂടി വചനം വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബൈബിൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തടസ്സമില്ലാതെ 30 മിനിറ്റ് ഇരുന്നു കൊണ്ട് ബൈബിള് നമ്മൾ ഓരോ ദിവസം വായിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനം കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ ഇത്. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നാൽ മതി, വചനം വായിച്ചാൽ മതി. വചനത്തോട് ബഹുമാനത്തോടു കൂടി വചനം ഇരുന്ന് 30 മിനിറ്റ് ഒരു ദിവസം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അന്നേ ദിവസം പൂർണ്ണദണ്ഡ വിമോചനം നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിനെന്തെങ്കിലും കുറവുകൾ വരികയാണെങ്കിൽ, വചനം ഈ സമയം കുറഞ്ഞോ അല്ലെങ്കിൽ വചനം വായിക്കാനുള്ള തടസ്സങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മുടെ അന്നത്തെ ദിവസം ഭാഗികമായിട്ടാണ് നമുക്ക് ലഭിക്കുന്നത്. ഭാഗിക ദണ്ഡവിമോചനമാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ എങ്ങനെ നോക്കിയാലും വചന വായന കൊണ്ട് നമുക്ക് വലിയ വലിയ അനുഗ്രഹങ്ങളാണ് കിട്ടുന്നത്. അടുത്തത് പരിശുദ്ധ രാജ്ഞി എന്ന് പറയുന്ന ജപം. നമുക്കറിയാം, എത്രയും മാതാവും പരിശുദ്ധ രാജ്ഞിയും ഈ 2 പ്രാർത്ഥനയ്ക്കും ഭാഗികമായിട്ടുള്ള ദണ്ഡവിമോചനമാണ് ലഭിക്കുന്നത്.
അതുപോലെ തന്നെ വിശുദ്ധ ഔസേപിതാവിനോടുള്ള ജപത്തെ പറ്റി പറയുന്നുണ്ട്. ഔസേപിതാവിനോടുള്ള ജപം നമ്മുടെ പ്രാർത്ഥനാ ബുക്കുകളിലൊക്കെ ഉണ്ട്. ആ ജപം ചൊല്ലിയാലും ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ വിശുദ്ധന്മാരുടെയും ഫീസ്റ്റിൽ പങ്കെടുക്കുകയാണെങ്കിൽ, ആ ദിവസത്തെ വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം ലഭിക്കും എന്നുള്ളത്. വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വിശുദ്ധന്മാരോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് ഭാഗിക ദണ്ഡവിമോചനം. അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഭാഗിക ദണ്ഡവിമോചനമാണ് സൈൻ ഓഫ് ദ ക്രോസ്. വിശുദ്ധ കുരിശ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭാഗികമായിട്ട് ദണ്ഡവിമോചനം കിട്ടുമെന്ന് പറയുന്നത് വളരെ എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമല്ലേ. അപ്പോൾ അടുത്തത് കുറേ പ്രാർത്ഥനകൾ അതിൽ പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ജപങ്ങളും സുഹൃത്ത് ജപം പോലത്തുള്ള പ്രാർത്ഥനകളാണ്. അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാർഷ്യൽ ദണ്ഡവിമോചനം കിട്ടുമെന്നാണ് പറയുന്നത്. അതിന് അടുത്തതാണ് മെയിനായിട്ടുള്ളതൊന്ന് കുരിശിൻ്റെ വഴിയെ പറ്റി. അപ്പോൾ സഭയിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ വിശുദ്ധ ബലി തന്നെയാണ് അല്ലേ. കുമ്പസാരം, വിശുദ്ധ ബലി, അതില്ലാതെ നമുക്കൊന്നുമില്ല. കത്തോലിക്കർക്ക് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ ബലി കഴിഞ്ഞിട്ടേ നമുക്ക് വേറെ എന്ത് കാര്യവും നമുക്കുള്ളൂ. എന്ത് കാര്യത്തിലേക്കുള്ള ബേസിക് റിക്വയർമെൻറ്റ് ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അടുത്ത പ്രാർത്ഥന നമുക്ക് ജപമാലയാണ്. ജപമാലയ്ക്ക് അതിനുള്ള ശക്തിയുണ്ട്. അടുത്ത വലിയൊരു പ്രാർത്ഥന ജപമാലയ്ക്ക് മുമ്പേ ഉള്ള ഒരു പ്രാർത്ഥനയാണ്. ശരിക്കും ജപമാലയ്ക്ക് മുമ്പേ പറയേണ്ട പ്രാർത്ഥനയാണ് കുരിശിൻ്റെ വഴി എന്നുള്ളത്. കാരണം ജപമാലയുടെ ഭക്തി പ്രചരിക്കുന്നതിന് മുമ്പേ കുരിശിൻ്റെ വഴി എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നതാണ് യേശുവിൻ്റെ പീഡാസഹനങ്ങളും പീഡാനുഭവങ്ങളൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. അപ്പോൾ വിശുദ്ധ കുരിശിൻ്റെ വഴി നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും. പക്ഷെ അതിന് ജപമാല പ്രാർത്ഥന ചെല്ലുന്നത് പോലെ തന്നെ ഇതിനും കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് ഉള്ള ഒരു കുരിശിൻ്റെ വഴിയായിരിക്കണം നമ്മൾ ചെല്ലേണ്ടത്. അതായത് നമ്മളിപ്പോൾ വീട്ടിൽ നമ്മളിരുന്നു കൊണ്ട് ഒരു കുരിശിൻ്റെ വഴി നമ്മൾ ചെല്ലും. അപ്പോൾ ഈ പൂർണ്ണദണ്ഡ വിമോചനത്തിന് അത് യോഗ്യമാവില്ല. ഇത് പൂർണ്ണദണ്ഡ വിമോചനം യോഗ്യമാകണമെങ്കിൽ ഓരോ സ്റ്റേഷൻസും വളരെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളതായിരിക്കണം. ഒരു സ്റ്റേഷനിൽ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ നടന്ന് ചെല്ലണം. അവിടെ ഈ പ്രാർത്ഥനകൾ ഓരോ സ്റ്റേഷനിലേക്കുള്ള ഓരോ സ്റ്റേഷൻ്റെയും ആ സംഭവങ്ങൾ നമ്മൾ ഓർത്തുകൊണ്ട് നമ്മളവിടെ പ്രാർത്ഥനകൾ ചെല്ലണം. അങ്ങനെ പ്രോപ്പറായിട്ടുള്ള ഒരു കുരിശിൻ്റെ വഴി ചെല്ലിയാൽ മാത്രമാണ്, അത് പ്രാർത്ഥനകളൊക്കെ ഉറക്കെ ചൊല്ലിക്കൊണ്ട് നമ്മളൊരു പ്രോപ്പർ കുരിശിൻ്റെ വഴി ചെല്ലിയാൽ മാത്രമാണ് നമുക്ക് കുരിശിൻ്റെ വഴിയുടെ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുള്ളൂ. അപ്പോൾ അതല്ലാതെ ചെയ്യുന്നതിനൊക്കെ പാർഷ്യൽ ദണ്ഡവിമോചനം കിട്ടും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതും സഭയിലെ ഒരു വലിയ പ്രാർത്ഥനയായിട്ട് സഭ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം, ഓരോ പുതിയ ദേവാലയങ്ങളുടെ കൂദാശ കർമ്മത്തിലൊക്കെ പൂർണ്ണദണ്ഡ വിമോചനം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും പുതിയ പള്ളികളൊക്കെ കാണുകയാണെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പാർഷ്യലായിട്ടുള്ള ദണ്ഡവിമോചനം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സഭയുടെ പ്രത്യേക ഒരു പ്രാർത്ഥന, ഓൾ സോൾസ് ഡേയിൽ നമ്മൾ ചർച്ച ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അന്ന് പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടാതെ ആത്മാക്കൾക്ക് വേണ്ടി മാത്രമാണ് നമുക്ക് അർപ്പിക്കാനായിട്ട് കഴിയുന്നത് എന്നുള്ളതൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ വാർഷിക ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കുമെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അതുപോലെ തന്നെ കുംഭസാരം, ജ്ഞാനസ്നാന വ്രത വാഗ്ദാനം നമ്മൾ നവീകരിക്കുകയാണെങ്കിൽ, ജ്ഞാനസ്നാന പ്രാർത്ഥനയിൽ ചെല്ലുന്ന വാഗ്ദാനം നമ്മളെടുക്കുന്ന പ്രതിജ്ഞ നമ്മൾ പുതുക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് പൂർണ്ണ ദണ്ഡവിമോചനം, നമുക്ക് ഭാഗിക ദണ്ഡവിമോചനം കിട്ടും എന്നുള്ള കാര്യം കൂടി സഭ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറേ ഒരു 10-70 ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട് ശരിക്കും. പിന്നെ അതിൽ കൂടെ കുറേ കാര്യങ്ങൾ സഭ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ക്രിസ്മസിൻ്റെ കാലയളവിൽ
ഏതെങ്കിലും ഒരു ഫ്രാൻസിസ്കൻ ദേവാലയത്തിൽ ചെന്നുകൊണ്ട് അവിടെ നിർമ്മിക്കപ്പെട്ട പുൽക്കൂട് സന്ദർശിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കുമെന്ന് സഭ അനുവാദം കൊടുത്തിട്ടുണ്ട് അതിന്, അങ്ങനെ ഒരു കാര്യത്തിന്. പിന്നെ അടുത്തത് വിശുദ്ധ കരുണയുടെ തിരുനാളിൽ, ദൈവകരുണയുടെ തിരുനാളിൽ നമുക്ക് അന്നത്തെ കുർബാനയിൽ പങ്കെടുക്കുകയും അന്നത്തെ കരുണയുടെ ചിത്രം വണങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അന്ന് പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കും എന്നുള്ളതും സഭ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വയോധികരുടെ ദിവസം ഏതെങ്കിലും ഒരു വയോധികരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ചെന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയാണെങ്കിൽ പൂർണ്ണദണ്ഡ വിമോചനം ലഭിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ അടുത്തിടയ്ക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയധികം കാര്യങ്ങൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നന്മകൾ നമ്മിലേക്ക് കടന്നു വരാനായിട്ട്, നമ്മുടെ ബന്ധനങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കാനായിട്ട്. കൂടുതലായിട്ട് നമുക്കറിയാം നമ്മുടെയൊക്കെ പല പ്രശ്നങ്ങളുടെയും കാരണങ്ങളൊക്കെ നമ്മുടെ തന്നെ കടങ്ങളാണ്, പാപകടങ്ങളും നമ്മുടെ ബന്ധനങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് മാറിപ്പോകാനായിട്ട് ഇതുപോലുള്ള ദണ്ഡവിമോചനങ്ങൾ നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്ന നിരവധി പ്രാർത്ഥനകൾ അവിടെ തന്നെയുണ്ട്. അതൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും കടന്നു വരും. നമ്മൾ പിന്നെ എന്തിനാണ് ഈ അനാവശ്യമായിട്ട് മറ്റു പലരും പറയുന്ന പല കാര്യങ്ങൾ, അതിനൊന്നും ഉറപ്പുണ്ടോ നമുക്കറിയില്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ജർത്രൂദിൻ്റെ പ്രാർത്ഥനയെ പറ്റി നമ്മൾ പറഞ്ഞു. ആ പ്രാർത്ഥന മനോഹരമാണ്, ജർത്രൂദ് വിശുദ്ധിയാണ്. ഇതൊക്കെ ശരിയാണെങ്കിൽ തന്നെയും ആ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്നത് കിട്ടുമെന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. പിന്നെ നമ്മൾ അതിനുവേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നാലും മറ്റൊരു സ്ഥലത്ത് സഭ പറയുന്ന നിരവധി കാര്യങ്ങൾ അവിടെയുണ്ട്. ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇഷ്ടം പോലെ സഭ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ചെയ്യാനായിട്ട് നമുക്ക് താല്പര്യമില്ലാതെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അയച്ചിരുന്ന് കണ്ടിട്ട് അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സെഷൻ എന്തായാലും കത്തോലിക്ക വിശ്വാസമുള്ളവർക്കാണ് ഇത് ദഹിക്കുന്നത് അല്ലേ. മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവരെന്തൊക്കെയാണ് പറയുന്നത്, ദണ്ഡ വിമോചനോ സഭയുടെ ഭണ്ഡാരോ കാലിക ശിക്ഷയോ പാപകടങ്ങളോ എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ ഇത് കത്തോലിക്ക സഭയിലുള്ള കാര്യങ്ങളാണ്. സഭ ഇതിനെ വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ കൃത്യമായ പ്രൊസീജിയറോടുകൂടി മാനദണ്ഡങ്ങളോടുകൂടി സഭ ഓരോ വിശ്വാസിക്കും നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ഇത് സഭയിൽ അംഗമാകുന്നവർക്ക് മാത്രം കിട്ടുന്ന അനുഗ്രഹങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അനുഗ്രഹങ്ങളും നമുക്ക് തന്നിട്ടുള്ള സമ്മാനങ്ങളും നമ്മൾ സ്വീകരിക്കാതിരിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കത്തോലിക്ക വിശ്വാസിയും. എത്ര കത്തോലിക്ക വിശ്വാസികൾ ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നുണ്ട്? എത്ര വിശ്വാസികൾക്ക് ഇതറിയാം? സഭയിൽ നിന്ന് സൗജന്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു റേഷൻ കൊടുക്കുന്ന പോലെ തന്നെ ഈ റേഷൻ കാർഡ് മേടിക്കണം അല്ലേ. റേഷൻ കാർഡ് മേടിച്ച് അവിടെ ചെന്ന് നമ്മൾ ഇത് ഇപ്പോട്ട് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ റേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊക്കെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളാരും ഈ റേഷൻ കാർഡ് മേടിക്കാനോ ഈ സ്ഥലത്ത് പോകാനോ ഇത് മേടിക്കാനോ ആയിട്ട് തുനിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ അജ്ഞതയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഈ കാര്യങ്ങളെ പറ്റി കൂടുതലായിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ഒരു ഭാഗ്യദണ്ഡമോചനം എന്തായാലും നമുക്ക് മേടിക്കണം. കിട്ടുന്ന സമയത്ത് ഓരോ കുരിശെങ്കിലും വരച്ചുകൊണ്ട് നമുക്ക് അത് ഭാഗ്യദണ്ഡമോചനം മേടിച്ച് ഏതെങ്കിലും ഒരു കഷ്ടപ്പെടുന്ന ഒരു ആത്മാവിന് വേണ്ടി നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി തന്നെ നമുക്ക് സമർപ്പിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഒരു പൂർണ്ണദണ്ഡ വിമോചനം നമുക്ക് നഷ്ടപ്പെടുത്താതെ നമുക്ക് നേടിയെടുക്കുകയാണെങ്കിൽ അത് ഏതെങ്കിലും ഒരു ആത്മാവ് കഷ്ടപ്പെടുന്ന ആത്മാവിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ആത്മാവ് നമുക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കും. അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്കത് മാറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ ഈ ടോക്ക് അവസാനിപ്പിക്കുന്നു. വെൽക്കം ടു കോമൺ സെൻസ്.